ഞാൻ വിചാരിക്കുന്നത് ആരോപണങ്ങൾക്ക് ആയുസില്ല എന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ നാളെ ഈ ഷോർ ജോർജ് കൊടുത്ത പെറ്റീഷൻ ഹൈക്കോടതിയിൽ വരികയാണ്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ആ കേസ് ഇങ്ങനെ തള്ളിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു തടയിടാൻ വേണ്ടിയിട്ട് ഇന്ന് അതിനൊരു ആരോപണം ഉന്നയിച്ചെങ്കിൽ അപ്പുറം ഇതിന് ഒരു വസ്തുതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ എക്സാലോജി കൺസൾട്ടിങ് മീഡിയ സിറ്റി UAE എന്നാണ് പറയുന്നത്. എക്സാലോജി കൺസൾട്ടിങ് എന്നാണ് കമ്പനിയുടെ പേര്. മീഡിയ സിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ദുബായിലെ ഒരു പ്രത്യേക സോണാണ്, മീഡിയ സിറ്റിയുടെ സോണാണ്. ആ സോണിൽ ഫ്രീ സോണാണ്. ആ ഫ്രീ സോണിലാണ് ഈ കാണുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഏത് വർഷമാണ്? 2005 രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. ആ കമ്പനി എന്ന് പറയുന്നത് രണ്ട് ആൾക്കാരാണ്, ഒരു നവീൻ കുമാറും ഒരു സസൂൺ സിദ്ദിഖും, രണ്ടുപേര് തുടങ്ങിയ കമ്പനിയാണ്. അവർക്ക് ഇന്ത്യയിലെ കമ്പനി ഉണ്ട് കേട്ടോ, എക്സാലോജിക്കോ എന്നാണ്, എക്സാലോജിക് എന്നാണ് ഇവരുടെ കമ്പനി. ഇത് എക്സാലോജിക്കോ സിസ്റ്റംസ് ആൻഡ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ബേസ്ഡ് 2015 തുടങ്ങിയൊരു കമ്പനി ഓൾറെഡി ഈ സസൂൺ സിദ്ദിഖിനും ഓൾറെഡി ഉണ്ട്. അതുകൂടാതെ വേറൊരു കമ്പനിയാണ് ഈ പറഞ്ഞ ദുബായിലുള്ള കമ്പനി എന്ന് പറയുന്നത്. അതിൽ വീണ തൈക്കണ്ടീനെ കൊണ്ട് പെട്ടെന്ന് കെട്ടി, ഒറ്റ പേരിൽ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആ പേരിലും കൊണ്ട് കെട്ടിയിട്ട് പറയുകയാണ് കോടിക്കണക്കിന് രൂപേൻ്റെ വരുമാനം, കോടിക്കണക്കിന് രൂപ അതിൽ വന്നിരിക്കുന്നു, ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു രേഖ, ഒരു പിണറായി വിജയൻ്റെ എന്നുള്ളതല്ല, സാധാരണക്കാരൻ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ഒരു രേഖ പറയണ്ടേ? എനിക്ക് തോന്നുകയാണ്. അപ്പം ഞാൻ നാളെ രാവിലെ പറയുകയാണ് എനിക്ക് പിണറായി വിജയനെക്കുറിച്ച് എനിക്ക് ഇന്ന കാര്യങ്ങൾ തോന്നി എന്ന് പറയുന്നത് നമ്മൾ പത്രസമ്മേളനം നടത്തിയാണ് പറയുകയാണ്. അത് ഏത് ലോജിക്കാണ്? ഒരു ലോജിക്കും ഇല്ല ഈ എക്സാലോജിക്കിൻ്റെ കാര്യത്തിൻ്റെ അകത്ത്, ഒരു ലോജിക്കും. കാരണം ഈ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ഇന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് പ്രസ് മീറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ മാധ്യമപ്രവർത്തകർ തുടരെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തെങ്കിലും രേഖയുണ്ടോ, എന്തെങ്കിലും പേപ്പറുണ്ടോ, സ്റ്റേറ്റ്മെൻറ്റോ, അറ്റ്ലീസ്റ്റ് അക്കൗണ്ട് നമ്പറെങ്കിലും പറയാം. ഇത് ഈ അക്കൗണ്ടിൽ കൂടെയാണല്ലോ, അക്കൗണ്ട് നമ്പർ ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. പിന്നെ സാധാരണ ദുബായ് കമ്പനികൾക്കെല്ലാം എക്സാലോജിക് LLC അല്ലെങ്കിൽ ഫ്രീ സോൺ CEO എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ കമ്പനി നെയിമിൽ കാണും. ഇതങ്ങനെയൊന്നുമില്ല. അപ്പം ഇതൊന്നും പറയാതെ പറയാണ്, ഒരു കമ്പനീൻ്റെ പേര് പറയുന്നു, ഈ അഡ്രസ്സിലുള്ള കമ്പനിയാണെന്ന് പറയും. ഇതിൽ 2 പേരാണ്, വീണ വിജയനും നമ്മുടെ അവരെ ഭർത്താവുമായിട്ടാണ് ഈ പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇവരെന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ, എനിക്ക് തോന്നുന്നു ഈ പിണറായി വിജയൻ ഇലക്ഷൻ പുതിയ ഭരണം വരുന്നതിന് മുൻപ് തന്നെ സെപ്പറേറ്റ് ആയെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം പിണറായി വിജയൻ്റെ ഭരണത്തിൽ വന്നതിന് ശേഷം, ആദ്യം ഭരണത്തിൽ വന്നതിന് ശേഷമായിരിക്കുമല്ലോ ഈ പറയുന്ന ഇഷ്യൂസൊക്കെ നടന്നിട്ടുണ്ടാവുക. അപ്പം ഇവരങ്ങനെ ഒരു ആളുമായിട്ടാണോ ഡീൽ നടത്താൻ പോകുന്നത്? ഒരു ലോജിക്കും ഇല്ല ഈ കാര്യത്തിൻ്റെ അകത്ത്. അവർ രണ്ടുപേരെയും അവരാണ് അതിൻ്റെ സിഗ്നേച്ചറി എന്നാണ് പറയുന്നത്. 2018-2019 കാലയളവിലാണ് ഇത് ട്രാൻസാക്ഷൻ ഇടപാട് നടത്തിയിരിക്കുന്നത്. 20 പൂട്ടി എന്ന് പറയുന്നു. അപ്പോൾ 2018, 2019, 2020 കാലയളവെല്ലാം ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. കാരണം അവരെ എക്സ് ഹസ്ബൻഡാണ്, അവർ തമ്മിലാണ് ഈ ഇടപാട് നടന്നു എന്ന് പറയുന്നത്. അപ്പം അത് മാത്രമല്ല, ഇവർ നമ്മുടെ ഷോൺ ജോർജ് പറയുന്നതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ പിണറായി വിജയൻ്റെ മകൻ വർക്ക് ചെയ്യുന്ന സ്ഥലം അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കാണ്. അപ്പോൾ ഇനി നാളെ രാവിലെ പറയാൻ പോകുന്നത് എന്തായിരിക്കും എന്നറിയോ? അവരെ ഇൻഫ്ലുവൻസ് നടത്തി രേഖകളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു എങ്ങനെയെങ്കിലും കൊണ്ടുപോയിട്ട് അതിൽ കെട്ടുക എന്നുള്ള അർത്ഥം മാത്രമേ ഈ ഒരു ആരോപണം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു ആധികാരികതയും ഇല്ലാതെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ? ഇപ്പോൾ ദുബായിൽ നമ്മൾ നോർമൽ ഒരു കാര്യം പറയാം. ദുബായിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ആദ്യമേ നമുക്ക് ഒരു കമ്പനി വേണം, നമ്മുടെ പേരിൽ ഒരു വിസ വേണം, നമ്മുടെ ഒരു റെസിഡൻഷ്യൽ അഡ്രസ്സ് വേണം, അതുകൂടാതെ അവിടുത്തെ എമിറേറ്റ്സ് ID വേണം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്താലാണ് ഈ വീണ തൈക്കണ്ടിയിലാണെങ്കിലും ഈ സുമേഷം അല്ലേ, സുനീഷം, അവർക്കും ഈ പറയുന്ന കമ്പനികളെല്ലാം തുടങ്ങണമെങ്കിൽ എന്നാ ഒരു പണി, വീണ തൈക്കണ്ടീൻ്റെ ഒരു വിസയുടെ കോപ്പിയോ, അല്ലെങ്കിൽ ഒരു എമിറേറ്റ്സ് IDയുടെ കോപ്പിയോ, അല്ലെങ്കിൽ ഏത് കമ്പനീൻ്റെ രജിസ്ട്രേഷൻ്റെ കോപ്പിയോ. നമ്മൾ ദുബായിലല്ല, ലോകത്തിൽ ഇപ്പോൾ എവിടെ കമ്പനി രജിസ്റ്റർ ചെയ്താലും നമ്മുടെ ഇപ്പം എനിക്ക് ദുബായിലൊരു കമ്പനി ഉണ്ടെന്ന് പറയുക. ഇപ്പം നമ്മുടെ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ കമ്പനിയുണ്ട്. ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ ഫ്രീ സോൺ LLC എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ അതിൻ്റെ ഡയറക്ടർ ആരാന്ന് നമുക്കറിയാൻ പറ്റും, ആ കമ്പനി ആരുടെ പേരിലാണെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ എക്സാലോജിക് കൺസൾട്ടിങ് മീഡിയ സിറ്റി എന്ന് പറയുന്ന കമ്പനീൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഈ നവീൻ കുമാറും സസൂൺ സിദ്ദിഖുമാണ്.
അത് ഡീറ്റെയിൽ അതിലിട്ട്. അപ്പം ആരാണ് പറയുന്നത്? എക്സാലോജി സൊല്യൂഷൻ പിന്നെ എന്താണ് കൺസൾട്ടിങ് പ്രൈവറ്റ് ലിമിറ്റഡ് അല്ല കൺസൾട്ടിങ് മീഡിയ സിറ്റി UAE എന്ന് പറയുന്ന കമ്പനിയുടെ ഓണേഴ്സ് ഇവർ രണ്ടുമാണെന്ന് അതിന് ഓൾറെഡി സിസ്റ്റത്തിലുണ്ട്. ആ സിസ്റ്റത്തിൽ എവിടെ ആരെ കാണണം? ആ സിസ്റ്റത്തിൽ പറയുന്ന വീണ പിന്നെ തൈക്കണ്ടിയിലിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സുനീഷ് എമ്മിനെയോ കാണാൻ പറ്റണം. അങ്ങനെ ഒരു സംവിധാനം അതിനകത്തില്ല. പിന്നെ അപ്പോൾ കാണുന്നവരെല്ലാവരും പൊട്ടന്മാരും വിവരമില്ലാത്ത ആൾക്കാരുമാണ്. എന്നിട്ട് പത്രക്കാരോട് പറയുകയാണ് എനിക്കിപ്പോൾ ഇത്രേ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഹൈക്കോടതിയിൽ എന്താണ് എനിക്ക് അരുൺ സാറിനോട് ഒരു പരാതിയുണ്ട്, എനിക്ക് അരുൺ സാറിനെതിരെ ഒരു പരാതിയുണ്ട്, ഞാൻ അരുൺ സാറിനെതിരെ ഒരു പരാതി കൊടുക്കുന്നു. പരാതി കൊടുക്കുന്നതിന് ശേഷം അതിൻ്റെ കോപ്പി ഹൈക്കോടതി കൊണ്ട് കൊടുക്കുകയാണ്. ഹൈക്കോടതി കൊടുക്കുന്ന തെളിവ് എന്താണ്? ഇതാ ഇന്ന കമ്പനിയാണ്, ഇന്ന കമ്പനിയിൽ ഇന്നയാൾ പാർട്ണറാണ്, അല്ലെങ്കിൽ ഇത്രയധികം കോടിക്കണക്കിന് ട്രാൻസാക്ഷൻ ഇന്ത്യക്ക് പുറത്ത് വരുന്നത് IT ആക്ട് പ്രകാരം ഇത് തെറ്റാണ് എന്നാണ് പറയുന്നത്. അതിന് പകരം എന്താ ചെയ്തിരിക്കുന്നത്? പരാതിയുടെ കോപ്പി കൂട്ടി കൊടുത്ത്. അപ്പോൾ എന്താണ്? ഹൈക്കോടതിനെ തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ നാളത്തെ കേസ് ഒരു 2 മാസമെങ്കിലും അല്ലെങ്കിൽ 3 മാസത്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെയുള്ള ഉദ്ദേശങ്ങളാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് ഷോണിൻ്റെ ഭാവിയെ വളരെയധികം ബാധിക്കുമെന്ന് ബോധ്യമുള്ള ഷോണ് ഇന്നൊരു ആരോപണം ഉന്നയിച്ചതേക്ക് അപ്പുറം ഈ മൊത്തത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിനും ഒരു ലോജിക്കുമില്ല. ഈ എക്സാലോജിക്കിനെ കുറിച്ച് പറഞ്ഞത് ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി എന്ന് പറയും. ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി എക്സാലോജിക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡാണ് ബാംഗ്ലൂർ ബേസ്ഡ് വീണ വിജയൻ്റെ കമ്പനി, അല്ലാതെ എക്സാലോജി കൺസൾട്ടിങ് അല്ല. ഈ എക്സാലോജി കൺസൾട്ടിങ്ങിൻ്റെ കമ്പനിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ കമ്പനി ഉണ്ട്. പക്ഷേ എക്സാലോജിക്കോ സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡാണ്. അതും ഒരു ഓണേഴ്സുള്ള ആൾക്കാരാണ്. പക്ഷേ ഇതൊന്നും നോക്കാതെയാണോ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ മനോരമയിൽ ഷോൺ ജോർജിൻ്റെ ചർച്ച കണ്ടിട്ട് വരികയാണ്. മനോരമയിൽ ഷോൺ ജോർജിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. ചോദിക്കുന്നതിന് മുൻപ് എനിക്ക് ഇൻഫർമേഷൻ തന്നയാളുടെ ജീവന് ഭീഷണി ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ അവരുടെ ഡീറ്റെയിൽ പറയില്ല. ശനിപ്രഭാകരൻ്റെ ചർച്ചയിൽ അതാണ് പറയുന്നത്, ഞാൻ എൻ്റെ ഡീറ്റെയിൽ പറയില്ല. അദ്ദേഹത്തിന് എനിക്ക് പ്രശ്നമല്ല, പക്ഷേ അദ്ദേഹത്തിന് ജീവന് ഭീഷണിയുണ്ട്. ഇത്രയും വലിയൊരു ആരോപണം ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അല്ല ആരോപണം. എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ CPM-നെതിരെ ആരോപണം പറയാറില്ല, ഞങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം പറയുന്നില്ല, ഞങ്ങൾ സർക്കാരിനെതിരെ അല്ല ആരോപണം പറയുന്നത്, ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം പറയുന്നത്. എന്തിനായി മുഖ്യമന്ത്രി മകൾക്കെതിരെ ആരോപണം പറയുന്നത്? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പറഞ്ഞാലേ മുഖ്യമന്ത്രിയിലേക്ക് എത്തുള്ളൂ. മുഖ്യമന്ത്രിയുടെ മകനെതിരെ ആരോപണം പറഞ്ഞാലേ മുഖ്യമന്ത്രിക്ക് ഉള്ളിലേക്ക് എത്തുള്ളൂ. പണ്ട് ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപണം പറഞ്ഞു. എന്തുകൊണ്ടാണ് ബിനീഷ് കോടിയേരിനെ ആൾക്കാർ വിട്ടത്? ബിനീഷ് കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിവായോ അല്ലെങ്കിൽ അതിൻ്റെ മരണശേഷം ബിനീഷ് കോടി അപ്രസ്തനാണ്. കാരണം ബിനീഷ് കോടിക്കെതിരെ അതിനുശേഷം ആരോപണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഓരോ ആരോപണം പറയുന്നത്. ഈ ആരോപണം തെളിയിക്കേണ്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ആരോപണം പറയുമ്പോൾ അതിൻ്റെ ഒരിക്കലും എന്നിട്ട് പറയുന്നത് എന്താണ്? ഇന്ന് VD സതീശൻ പറഞ്ഞത് തന്നെയാണ്. VD സതീശൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മറുപടി പറയട്ടെ എന്ന്. ഒരു ഔചിത്യമില്ലാത്ത സത്യസന്ധതയുടെ ഒരു തെളിവും ഇല്ലാത്ത ഒരു ആരോപണം ആരെങ്കിലും പറയുന്ന സമയത്ത് അതിന് മറുപടി ഞാനല്ല, ഇത് ചില ആൾക്കാർ വന്ന് പറയില്ലോ കള്ളം ഞാനല്ല എന്ന് വന്ന് പറയുന്നത് പോലെ പറയണം എന്നാണ് പറയുന്നത്. എവിടുത്തെ ലോജിക്കാത്? എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? ഒരു കാരണവശാലും ഇത് നിൽക്കുന്ന ഒരു ഇതല്ല, ഇത് ആയുസുള്ള ആരോപണേ അല്ല. Meet the editors.